Okay, thanks. ഇനി നമ്മളേ വേറെ കണ്ടോ ഇപ്പോൾ ഞാനിപ്പോൾ 3 സ്റ്റാൻഡേർഡാണ് മേടിച്ച് നോക്കണേ. ക്കുമ്പോളേ പയറിൻ്റെ 2 തല ഒട്ടിക്കുമ്പോൾ നേരെ എന്താ പറയുക അപ്പാപ്പം നന്നാക്കണേൻ്റെ നമ്മുടെ പൊതിച്ചോറ് കൊടുക്കണ ദിവസമാണ് കേട്ടാ. അപ്പോൾ ഇതമ്മയുടെ കുട്ടികൾക്കുള്ളതല്ല, നമുക്ക് മാവ് കൊടുക്കണ്ടേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അയ്യോട്ടാ, നാളെ നമ്മുടെ പൊതിച്ചോറ് കൊടുക്കണ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വർഷകാല ടൈമിൽ നമ്മുടെ പറമ്പിൽ അങ്ങനെ കുറേ പച്ചക്കറികളൊന്നും പൊട്ടിക്കാനുണ്ടാവില്ല. അപ്പോൾ വേനൽക്കാല ടൈമിൽ അല്ലെങ്കിൽ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്, നമ്മുടെ വീട്ടിലത്തെ പച്ചക്കറി തന്നെ മതി. അപ്പോൾ ഇന്നിപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് മുന്നൊക്കെ പൊട്ടിച്ച് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ വേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് നാളേരൊക്കെ പൊളിച്ച് കയറാം നമുക്ക് വീട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ കണ്ടോ, നമുക്ക് വർഷകാലം വേണ്ട മുളകിൻ്റെ കടയിലും കൂടി കണ്ട ഇവിടെ ഇങ്ങനെ ഈ ഒറ്റ വരി ഫുള്ള് നമ്മൾ മുളക് വെച്ച് കൊടുത്തതായിരുന്നു. അത് ഈ സെൻറ്ററിലുള്ളതെല്ലാം അത് വാടിപ്പോയി. ഇപ്പോൾ ആ ഒരു കടയുണ്ട്, ഈ ഒരു കടയുണ്ട്, ഇപ്പോഴത്തെ ഒരു കട വാടി തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വർഷകാലം ആകുമ്പോൾ പച്ചക്കറികൾ നമ്മുടെ പറമ്പിൽ കുറയും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പച്ചമുളകൊക്കെ ആവശ്യമുണ്ട്, അതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പച്ചമുളക് പൊട്ടിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വേപ്പില പൊടിക്കാം. വേപ്പിൻ്റെ കുറച്ച് ചില്ലകളൊക്കെ ഒന്ന് വെട്ടാറായിട്ടുണ്ട്. കാരണം മഴക്കാലം ആകുമ്പോൾ ഇങ്ങനെ തൂപ്പ് പിടിച്ച് നിൽക്കുന്നതും പൊട്ടയാണ്. അപ്പോൾ അത് വെട്ടിയെടുക്കണം. ഇതമ്മയുടെ കുട്ടികൾക്കുള്ളതല്ല, നമുക്ക് മാവ് കൊടുക്കണ്ടേ, മാവ് കൊടുക്കണ്ടേ, അതിലേക്ക് ആവശ്യമുള്ളതാണ് കേട്ടാ. ഞമ്മ ഇതോടെ കൊണ്ടുവച്ചിട്ട് വരാം. നമുക്ക് ഇതോടെ കൊണ്ടുവച്ചിട്ട് കഴിഞ്ഞ് നാളെ വിളിക്കണം. പോരാമ്മയുടെ കുട്ടികൾക്ക് ചകിരി തരാം കേട്ടാ. നമ്മൾ നാളെ പൊളിക്കുമ്പോഴേ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചകിരി. വാ, ഓരോരുത്തർ വായോ. എന്നാ കല്യാണി ബോൾട്ട് വാ. എന്നാ ഇതാ, ഇതൊരാളെടുത്തോ. ഇതാർക്ക് വേണ്ട ഏതാ ബോൾട്ട് മോനെ. തരാം തരാം, മെസ്സി കൂട്ടന് തരാം, എല്ലാവർക്കും തരാം കേട്ടോ. ഒന്ന് കുറേ ചകിരി പറിക്കുന്നുണ്ട്. അതെ, എന്തേലൊക്കെ കടിച്ചുകൊണ്ടിരിക്കണവർക്കേ തരാം, ഞാൻ എല്ലാവർക്കും തരാം. അമ്മ തരാം, അമ്മ തരാം. അതെ, എൻ്റെ കുട്ടികൾക്ക് തരാം, എല്ലാവർക്കും ഉള്ളതുണ്ട് ഇതിലേ. റൊണാൾഡോ മോനെ, ഇതാ കല്യാണിക്ക്, ഇതാ ബോൾട്ട് മോനെ. ബോൾട്ട് മോനല്ലേ ഫസ്റ്റ് തന്നെ. എന്നാ ഇപ്പം എല്ലാവർക്കും ആയില്ലേ? ആരും മർഡോണിക്ക് ആയിട്ടില്ലല്ലോ. വാ, എന്നാ മർഡോണ മോനെ വാ, വാടാ ഇവിടെ പൊന്നു വാടാ. ഇതാ ഇവിടെ മർഡോണ മോനെ വേടിക്കോടി വന്ന്. അങ്ങനെ നല്ല കുട്ടികളായിട്ട് കളിക്കും. റൊണാൾഡോ മോൻ്റെ തേക്ക് എടുക്കണേ. അതവിടെ എടുത്ത് വെച്ചിട്ട് വേറെ എടുക്കാൻ വരിക വേഗം.
ഇതെല്ലാം അത് വിട്ടിട്ടുണ്ട് കേട്ടാ. പിന്നെ കുറേ ചകിരി ഉണ്ട് അമ്മയുടെ കുട്ടികൾക്ക്. എനിക്കുള്ള നല്ല പണിയായിട്ട് അതാ എന്താ നോക്ക് ഫ്ലാറ്റിന് പോലൊക്കെ നോക്ക് നല്ല പണിയെടുക്കണേ. റൊണാൾഡോ അവൻ കിടന്ന് ഉള്ളുണ്ട് ചകിരി കടിച്ചു പിടിച്ചിട്ട്. റൊണാൾഡോ കിടന്ന് കാണിക്കണോക്ക് കല്യാണി അതിനേക്കാളും ഉഷാറ്. അവനെല്ലാവരും അവരവരുടേതായ കഴിവുകൾ ഫുള്ള് തെളിയിക്കുന്നുണ്ട്. റൊണാൾഡോ മോൻ നോക്കി കിടന്നിട്ട് ഒരു കഷ്ണം ചകിരി വായിലിട്ട് കടിക്കുക, അങ്ങോട്ട് ഉരുള ഇങ്ങോട്ട് ഉരുള. ഫ്ലാറ്റിന് മോൻ ഇഷ്ടം പോലെ ചകിരി ഉണ്ട് കേട്ടാ കളിക്ക്. ഇതമ്മയ്ക്ക് നാളികേരം അമ്മയ്ക്കുള്ളത്, ചകിരി അമ്മയുടെ കുട്ടികൾക്ക്. അപ്പോൾ നമ്മളിതാ ഇന്ന് തന്നെ തലേദിവസം തന്നെ എല്ലാ കഷ്ണങ്ങളും നുറുക്കി വയ്ക്കും കേട്ടോ. നാളികേരം എല്ലാം ചെരുക്കി വയ്ക്കും. എന്താ പറയുക, നാളെ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വേറെ കഷ്ണങ്ങൾ നുറുക്കാനോ അരിയാനോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം തലേദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കിടക്കുക. രാവിലെ എണീക്കുക, നേരെ വയ്ക്കുക മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ ഇതാ പയറൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ പറമ്പിലത്തെ പച്ചക്കറികൾ കുറവായിട്ടാ. മത്തങ്ങ നമുക്ക് കിട്ടി, കായും നമ്മുടെ പറമ്പിലത്തെയാണ്. പിന്നെ നാളികേരം, പിന്നെ മാങ്ങ നോക്കിയപ്പോൾ അതും കിട്ടി. പിന്നെ വെണ്ടക്കായും കുറച്ച് കിട്ടി. ബാക്കി കാബേജ്, മുരിങ്ങക്കായ, പയർ ഇതെല്ലാം നമ്മൾ മേടിച്ചു. അപ്പോൾ പയറൊക്കെ ഞാൻ 1-2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഇത് കഴുകി വെള്ളമൊക്കെ വാറ്റി. വെള്ളം വാർന്നു പോകണം ഇങ്ങനത്തെ അരിപ്പൊക്കെ എന്താ പറയുക കൊട്ടയിൽ വെച്ചു. അപ്പോൾ ഇതങ്ങനെ വെള്ളമൊക്കെ വാറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമ്മുടെ പണികൾ തുടങ്ങാം. അപ്പോൾ ആദ്യം പയറ് നന്നാക്കി വയ്ക്കാം. അയ്യോ, ഞാൻ ഒരു മുറെടുത്തിട്ട്. അപ്പോൾ നമ്മൾ നന്നാക്കുമ്പോഴേ പയറിൻ്റെ 2 തല പൊട്ടിക്കുമ്പോൾ നേരെ എന്താ പറയുക, അപ്പം നന്നാക്കണേൻ്റെ വേസ്റ്റ് നേരെ ഒരു മുറത്തിലേക്ക് ഇട്ടാലേ ലാസ്റ്റ് കുറച്ച് പണി കുറവ് കിട്ടും നമുക്ക്. നല്ല ഒടിപ്പയറാണ് കേട്ടോ. അപ്പം ഞാൻ പയറും കായും കൂടിയിട്ട് മെഴുക്ക് പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോക്കണേ. നമ്മുടെ പയറൊക്കെ നന്നാക്കൽ കഴിഞ്ഞു. ഇപ്പോൾ സാമ്പാറിലേക്കുള്ള കഷ്ണം കേട്ടോ നുറുക്കണേ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നുറുക്കൽ കഴിഞ്ഞു. ഇനി നാളികേരം മാത്രമേ ചെരുകാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചരുമുട്ടി വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനൊരു ബുദ്ധിമുട്ടുള്ളതെന്നിട്ടാണെന്നറിയും, നമുക്ക് ഒരു സ്പീഡിൽ പെട്ടെന്ന് ഇങ്ങനെ ചെരുകാനുള്ള ആ ഒരു ഇതില്ല. ഇതെന്താണെങ്കിൽ ഭയങ്കര ഹൈറ്റ് കൂടിപ്പോയി. കുറച്ചും കൂടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്പീഡിൽ ചെരുകാനൊക്കെ പറ്റും. അപ്പോൾ ഇത്തിരി സ്ലോവിൽ ചെരുകാനാണ് ഇപ്പോൾ പറ്റണുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഈ കമ്പീനൊന്ന് പതുക്കിട്ട് ഇറക്കി വയ്ക്കണമെന്ന്. നമ്മുടെ നെറ്റൊക്കെ വെൽഡ് ചെയ്തില്ലേ, അവൻ വരുമ്പോൾ അവിടെ പറയണമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു പേപ്പർ വയ്ക്കും, കാരണം ഇത് കമ്പിയായി തന്നെ കടകടകടാ സൗണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കിണ്ണം വെച്ചിട്ടാണ് ചെരുകണേ. അപ്പോൾ നമ്മളിതാ എണീറ്റു. ഇപ്പോൾ പുലർച്ചെ 3 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അരിയാണ് അടുപ്പത്ത് കഴിക്കുക. ഇത് ഇങ്ങനത്തെ അടുപ്പായി കാരണം എനിക്ക് പേടി കത്തിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം അരിക്കുള്ള വെള്ളം കയറ്റിയിട്ടാ. അപ്പോൾ പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും വെള്ളയ്ക്കും കായും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളയ്ക്കാറാവും. അപ്പോൾ പിന്നെ നമ്മൾ അരിയുടെ ചെയ്യുക. കോഴികളൊക്കെ നമ്മളിവിടുത്തെ ലൈറ്റും സൗണ്ടൊക്കെ കേട്ടപ്പോൾ അവരോട് സൗണ്ട് എടുക്കുക. ടർക്കികളെ കൂടുതലിടണേ. പയറും കായും നമ്മളിതാ മെഴുക്ക് പുട്ടിക്കുള്ളത് അടുപ്പത്ത് കയറ്റി. ഇനിയിപ്പോൾ ഇതാ സാമ്പാറുണ്ട്. അപ്പോൾ സാമ്പാറിൽ പരിപ്പൊക്കെ ഇട്ട് കുറച്ച് കായൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത് നല്ല മണം ഉണ്ടാവുമല്ലോ സാമ്പാറിനെ.
നമുക്ക് അടുപ്പുകൾ എണ്ണം കൂടുതലുള്ള കാരണം കറികളൊക്കെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റൂട്ടാ. പിന്നെ കുറേ കഷ്ണങ്ങൾ കുറേ ഉള്ള കാരണം അതൊന്ന് ചൂടായി വേവേണ്ട ഒരു ടൈം മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ വേഗം വേഗം ആക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിട്ടാണെങ്കിൽ ഈ അടുപ്പത്ത് ഞാൻ പറഞ്ഞല്ലോ പയറും കായും കയറ്റി ഇതിന് സാമ്പാറിനുള്ള പരിപ്പടപ്പത്തിട്ടു. ഇനി ഈ ഒരു അടുപ്പത്ത് ഞാൻ നമ്മുടെ കാള വയ്ക്കാനായിട്ട് നോക്കട്ടെ. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷമായിട്ട് നമ്മൾ അരിയിട്ട് വേണേ. കാളൻ ദാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടി കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാളൻ ദാ റെഡിയാവും. കായിട്ടിട്ടാട്ടോ നമ്മൾ കാളം വെച്ചിട്ടുള്ളത്. നമുക്കുണ്ടല്ലോ ഈ പ്രാവശ്യം മീൻ കിട്ടിയിട്ടുള്ളത് ചെമ്മീനാട്ടാ. അപ്പോൾ അതായത് ഇപ്പോൾ ട്രോളിങ് നിരോധനമായ കാരണം ചാളയായാലും ഒന്നും കിട്ടാനില്ല. അപ്പോൾ ചെമ്മീൻ കിട്ടി. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചെമ്മീനാട്ടാ. ഇതേ കണ്ടോ, നല്ല വലിപ്പമുണ്ട് ചെമ്മീനൊക്കെ. അപ്പോൾ നമ്മളിതിൽ വെറുതെ സാധാരണ മുളകും മഞ്ഞളും ഉപ്പും അത് മാത്രം ആക്കണമല്ലോ. വേറെ മസാലകളൊന്നും അരച്ച് ചേർക്കണില്ല കേട്ടാ. അപ്പം നമ്മുടെ കറികളൊക്കെ ഏതാണ്ട് പകുതിയോളമായിട്ടുണ്ട് കേട്ടാ. ഇതിപ്പോൾ നമ്മുടെ പയറും കായും ഉപ്പേരി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കുള്ള വെളുക്ക് കൂട്ടിയിലേക്കുള്ളതാണ്. അപ്പോൾ ഉള്ളി വെളുത്തുള്ളി വേപ്പിലും കൂടി നന്നായി ചതച്ച് അതിൽ കുറച്ച് കുത്തിപ്പൊടി മുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ സാമ്പാർ ഇപ്പോഴത്തെ കിടന്ന് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്ക് പുട്ടി റെഡി ആയിട്ടാ. ഇപ്പോൾ ഇതാ നേരൊക്കെ ചെറുതായിട്ടൊന്ന് വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. കണ്ടോ, കോഴികൾ കൂവണ സൗണ്ട്, കിളികളുടെ സൗണ്ടൊക്കെ ഇതാ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കോളാമ്പിൻ്റെ ഭംഗിയാണ്ട, ഭയങ്കര ഭംഗിയാട്ടാ. ഇതിന് മുകളിലേക്ക് ഇങ്ങനെ മാവുമ്പക്ക് കയറി പോയിരിക്കുകയാണ്. കണ്ട മഞ്ഞ കളറിൽ കാണുന്നത് നമ്മുടെ കോളാമ്പി വിരിഞ്ഞേക്കുന്നതാ. എന്ത് ഭംഗിയാന്ന് നോക്കിയ ആകാശം. അമ്പിളിയമ്മനെ കണ്ടോ? നല്ല ഭംഗി. ഈ സമയത്ത് നമ്മുടെ ചെടികളൊക്കെ കാണാനായിട്ട് കണ്ടോ, നല്ല കളർഫുള്ളാണ്, നല്ല രസമായിട്ടാ. നമ്മുടെ കുട്ടിപ്പട്ടണങ്ങളൊക്കെ നല്ല ഉറക്കത്തിലാണ്. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ അവരെ നേരെ അവരെ റൂമിലേക്ക് ആക്കി അവരെയും ഉറക്കാൻ കിടത്തും നമ്മൾ. അപ്പോൾ ഇതാ നമ്മുടെ അരി വെന്തു. ഇനിയിപ്പോൾ വേഗം ഊറ്റട്ടെ. നമ്മളേ വെള്ളം വാർന്നിടാവില്ല കൊട്ട, അതേപോലെ ഈ പാത്രങ്ങളൊക്കെയും ഓട്ടകളുള്ളത് അരിപ്പ പോലെ.
അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കണ്ട. ഒരുവിധം കുറച്ച് വെള്ളം പോയി കഴിഞ്ഞ് നേരെ ഇരിക്കിടാം. ഇനി നമ്മുടെ കാളനിലേക്കും സാമ്പാറിലേക്കും താളിക്കണം. ഇനി നമ്മുടെ സാമ്പാറിലേക്ക് താളിക്കാനായിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നമ്മുടെ സാമ്പാറും എന്താ റെഡി ആയിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് നമ്മളത് മൂടി വയ്ക്കുകയാണ്. മൂടി വയ്ക്കുമ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മൾ സാമ്പാർ വിളമ്പെടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മല്ലിയിലിട്ട് അപ്പം തന്നെ മൂടി വയ്ക്കും. പിന്നെ നമ്മളിതാ കുറച്ച് കൊണ്ടോട്ട മുളകും അതേപോലെ തന്നെ നമ്മുടെ കൈപ്പറ്റിയ കൊണ്ടോട്ടുണ്ടല്ലോ അത് രണ്ടും വറുത്തെടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് തോര റെഡിയാക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് മീൻ വറുക്കാനും അതേപോലെ തന്നെ ചമ്മന്തി അരയ്ക്കാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിതാ കുറച്ച് നാളികേരമൊക്കെ ഇട്ട് നമ്മുടെ ക്യാബേജ് തോര ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻ വറുക്കാട്ടു കേട്ടോ. മീനിൽ വേറെ മസാലകളൊന്നും കൂട്ടണില്ല, വെറുതെ വറുത്തെടുക്കുന്നത് മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പം നമ്മളിതാ നാളികേരം ചമ്മന്തി അരയ്ക്കാനായിട്ട് നാളികേരം, മാങ്ങ, ഉള്ളി, പച്ചമുളക് പിന്നെ ഇതാ ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടായിട്ട് അരച്ചെടുക്കുന്നത്. പിന്നെ ഇതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഒരുവിധം അടുക്കളയത്തെ പണികളൊക്കെ ഒതുങ്ങിയിട്ടാണ്. അപ്പം ഞാൻ വേഗം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അതേ ഓരോ എന്താ പറയുക കറികൾ വെക്കുമ്പോൾ ഇടയിൽ തന്നെ കുറേ പാത്രങ്ങൾ ഞാൻ അപ്പം തന്നെ കഴുകി വെച്ചിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കുറേ ഒന്നുമില്ല, അങ്ങനെ എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വേണ്ടി നിന്നു കേട്ടോ. നല്ലൊരു കാറ്റുള്ള ഷായിട്ടാ. ഇലക്ക് കേടുന്നില്ലല്ലോ, കീറിയിട്ടൊന്നുമില്ലല്ലോ. ഈ സമയം കുഴപ്പമില്ല അല്ലേ? അല്ലെങ്കിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണ്ടട്ടാ. എൻ്റെ മക്കളുടെ അടുത്തേക്ക് വരണ്ടേ. കുറച്ചും കൂടി നേരം ഒന്ന് ക്ഷമിക്കട്ടാ, വേഗം വരാം. അപ്പം നമുക്ക് ചോറ് പൊതിയാനുള്ള ഇല ഷായുടെ പറമ്പിൽ നിന്നിട്ട് മുറിച്ച് കൊണ്ട് വരുന്നതാണ് കേട്ടാ. നമ്മുടെ ഇതാ എല്ലാം അത് റെഡി ആയിട്ടാണ്. ഇത്തിരി നേരത്തെ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇല വാട്ടുകയാണ്. അപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ക്യാബേജ് തോരൻ, നമ്മുടെ ചെമ്മീൻ വറുത്തത്, പിന്നെ കടുമാങ്ങച്ചാറ്, പയറും കായ ഉപ്പേരി, പിന്നെ നമ്മുടെ മുട്ട പുഴുങ്ങിയത്, നാളികേര ചമ്മന്തി, പിന്നെ 2 തരം കൊണ്ടോട്ടം, പിന്നെ സാമ്പാർ, കാളൻ, പിന്നെ നമ്മുടെ ചോറ്. ഇനി നമ്മളേ വേഗം ചോറ് പൊതിയട്ടെ. അപ്പോൾ ഇതാ പൊതിച്ചോറ് പൊതിയാൻ നിന്നു കേട്ടോ. ഷായേട്ടനായിട്ട് പൊതിയാൻ നിൽക്കണേ. ഷായേട്ടനാകുമ്പോൾ സ്പീഡുണ്ടേ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ചോറ്, സാമ്പാർ, നമ്മുടെ തോരൻ,
കടുമാങ്ങ അച്ചാറ്, മാങ്ങ, നാളികേര ചമ്മന്തി, പയറും കായും, മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ കൈപ്പയ്ക്ക കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, കാളൻ, പിന്നെ ചെമ്മീൻ വറുത്തത്. അപ്പോൾ പിന്നെ നമ്മൾ വയ്ക്കുന്നത് 100 രൂപ. അപ്പോൾ ഈ ഒരു പൈസ എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ വെക്കുന്നതാണ് ഈ ഒരു പൈസ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയണ പോലെ അർഹതപ്പെട്ടവരെ കയ്യിൽ ഈ പൈസ വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എന്തിനാ പൈസ വെക്കണേ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പലപ്പോഴും പൊതിച്ചോറ് കൊടുക്കുമ്പോൾ വരാറുണ്ട്. എന്തിനാണിത് കാണിക്കണേന്നൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് അറിയാം, നമ്മൾ ഓരോ വട്ടം പൊതിച്ചോറ് കൊടുക്കുമ്പോഴും കൂടുതൽ കമൻറ്റ് നമുക്ക് വരാറുണ്ട്, ചേച്ചി ഇങ്ങനെ ചെയ്യണ കാരണം ഞങ്ങളിപ്പോൾ അതേപോലെ ചെയ്ത് തുടങ്ങി എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഒരു സന്തോഷം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത് കൊണ്ട് നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നത് നമ്മളിങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. നമ്മളെ സാമ്പാർ നോക്കിയേ കവറിൽ ഇട്ട് വയ്ക്കുക. പിന്നെ മീൻ ഇലയിൽ പൊതിഞ്ഞ് വെക്കുകയാണ്. കാരണം ചിലപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് മാറ്റി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കൊണ്ടോട്ട മുളകൊക്കെ നമ്മളെ ഇങ്ങനെ ഒരു അലുമിനിയം ഫോയിലിൻ്റെ പേപ്പറിലാണ് പൊതിയണേ. കാരണം അല്ലെങ്കിൽ തണുക്കുമല്ലോ, ഇതിലാകുമ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. പൈസ തന്നില്ലേ ചേട്ടാ? പൈസ തന്നിട്ടില്ല? പൈസ ഇവിടെ വെച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ പൈസയും മീനും അതേപോലെ നമ്മുടെ കൊണ്ടോട്ട മുളകും സാമ്പാറും എല്ലാം വെവ്വേറെ കവറിലായിട്ട് ഇലയുടെ മുകളിലായിട്ട് വെക്കുക. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഞാനിങ്ങനെ കവറിൽ വേഗം വേഗം എല്ലാതും ആക്കി വെക്കും. ഷായയുടെ സ്പീഡിൽ പൊതിയും. കറികളൊക്കെ വെച്ചപ്പോ കുറേ സമയമുള്ള പക്ഷെ ഇപ്പൊ നമ്മൾ ചോറ് പൊതിയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറേ ചോറ് പൊതിയുണ്ടല്ലോ. ഇവിടെയാണ് ഞങ്ങൾക്ക് കൂടുതൽ സമയം പോവാം. പിന്നെ ഇവിടെ തന്നെ ടെൻഷനായി. അവര് ചോറും പൊതി മേടിക്കാൻ വരാറായോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷനെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് വന്നു തുടങ്ങും കേട്ടാ. അപ്പൊ നമ്മുടെ പൊതിയല് കഴിഞ്ഞു. ഇനിയിപ്പോ ഞങ്ങൾക്ക് പൊതിയല്ലേട്ടാ. അപ്പൊ അടക്കി കൊണ്ടുവിടക്കട്ടെ. Okay, done. Nerikatama. ഇനി ഞങ്ങൾക്കുള്ള ചോറാട്ട പൊതിയണേ. പിന്നെ നമ്മുടെ വിജയേച്ചി ഉണ്ട്. വിജയേച്ചിക്ക് എന്താ പറയുക വേണ്ടിയിട്ടാണ് ഞാനിതാ പൈസയും എല്ലാതും ആക്കി വെച്ചു. പക്ഷേ വിജയേച്ചിക്ക് പനിയായ കാരണം ഇല്ല. വിജയേച്ചി എന്ന് പറയുന്നത് നമ്മുടെ പണിസ്ഥലത്ത് ചേച്ചിക്ക് എൻ്റെ പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചി പറയുകയും ചെയ്യും, എപ്പോൾ പൊതിച്ചോറ് ആകുമ്പോൾ എനിക്ക് 2 ചോറ് വേണമെന്ന്. ചേച്ചിക്ക് മോനുള്ളത്. പക്ഷേ ഇപ്പോൾ ചേച്ചിക്ക് പനിയാണ്. അപ്പോൾ ചേച്ചി വന്നിട്ടില്ല. അപ്പം ഇനി എനിക്ക് ഷായിട്ടുള്ളത് പൊതിയണമല്ലോ. അപ്പം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മീൻ കഴിഞ്ഞു കേട്ടാ. പിന്നെ സാമ്പാറും ഫുള്ളായിട്ട് കഴിഞ്ഞു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ബാക്കിയുള്ള കാളനൊക്കെ ഉണ്ട് ബാക്കി. ഇന്ന് ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരു ചോദിച്ച കാര്യമായിട്ടാ. ഞാൻ ഇതിൽ നിന്ന് ഉള്ളിരിക്കുന്നത് കണ്ടപ്പോൾ ഈ ഉള്ളി പാത്രത്തിൻ്റെ ലിങ്ക് ഒന്ന് തരുമോ, എവിടുന്ന മേടിച്ച് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചോദിച്ചത് നമ്മുടെ ഈ ചമ്മന്തി ചതച്ച ഈ കല്ല് ഇത് എവിടുന്ന വാങ്ങിയെന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇത് മേടിച്ചിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷത്തിനേക്കാൾ അധികമായിട്ടുണ്ട്. നല്ലൊരു സംഭവമാണ്. ഇതിനാണെങ്കിൽ ഇങ്ങനെ ചക്കര ഉണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വലിച്ചു കൊണ്ടുപോകാം. അങ്ങനെയുള്ളൊരു നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ ഇത്
ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ ഞാനിപ്പോൾ 3 സ്റ്റാൻഡായിട്ടാണ് മേടിച്ച് നോക്കണേ. ഇപ്പോൾ ഒരു സ്റ്റാൻഡിലാണ് നമുക്കൊരു 3 കിലോ ഇടാൻ പറ്റും. ഉള്ളി ആയാലും വെളുത്തുള്ളി ആയാലും സബോള ആയാലും 3 കിലോ വെച്ചിട്ട് ഇടാം കേട്ടാ. അങ്ങനെ നല്ലൊരു സൗകര്യമുള്ളതാണ്. എന്തായാലും ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി ശ്രദ്ധിച്ചൂലേന്ന്. കാരണം എൻ്റെ കയ്യിൽ വന്നിട്ട് 2 വർഷമായിട്ട് കണ്ടു, എപ്പോഴും ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാണ്ട് കേട്ടാ. ഇത് ഞാൻ മേടിച്ചത് നമ്മുടെ ഇവിടെ ഒല്ലൂര് മണ്ടൂപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ട്, അവിടെ നിന്നാണ് മേടിച്ച് നോക്കണേ. പക്ഷെ അതിന് ശേഷം നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില അന്ന് ഞാൻ മേടിച്ചത് 750 അത്രയ്ക്കൊക്കെ പൈസ വന്നിട്ടുണ്ട്. ഇതിന് വന്നിട്ടുള്ളത് 1000ൻ്റെ അടുത്ത് 2 വർഷം മുന്നേ. ഇപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ 1550 രൂപ അങ്ങനെയൊക്കെ പൈസ കാണാനുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 3 സ്റ്റാൻഡല്ലേ, ഇതേപോലെ തന്നെ 4 സ്റ്റാൻഡുകളുണ്ട്, ചതുരൻ ടൈപ്പ് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. 2 വർഷം മുന്നേ മേടിച്ചാലും എൻ്റെ ലിങ്ക് എടുക്കുന്നുണ്ട്. നമ്മൾ എന്തോ ഓർഡർ ചെയ്താലും ഫോണിൽ ആ ലിങ്ക് എടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ആ ലിങ്ക് ഇട്ട് തരാം ഇതിൻ്റെ. അപ്പോൾ നമ്മുടെ പിന്നെ ഇന്ന് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കൂടുതലാണല്ലോ, അതിൻ്റെയാണ് കേട്ടോ ഈ അലോണ്ടൊക്കെ മൂടി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോഴികളുടെ മീൻ്റെയൊക്കെ കാര്യം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിപെട്ടാൾക്ക് ചോറ് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പണ്ട് ചോറിനപ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ടിലുണ്ടല്ലോ നമ്മുടെ അംബ്രോസും ടൈസിനും പേളിക്കുട്ടിക്കും പിന്നെ അവർക്ക് ചോറ് കൊടുക്കാൻ നിന്നു. അതിൽ നോക്കിയത് നമ്മുടെ ടൈസും കൂടി ചോറിന് ഭയങ്കര മടിയാട്ടോ. ചിക്കൻ കാല് മാത്രമേ കഴിക്കാൻ ഇഷ്ടമുള്ളൂ. പക്ഷെ അംബ്രോസും പേളിക്കുട്ടിയും ചിക്കൻ കാലൊക്കെ കഴിക്കാൻ ഇഷ്ടമെങ്കിലും കൂടിയിട്ട് അവർ ചോറ് ഒപ്പം തിന്നും. പക്ഷെ ഇവൻ അങ്ങനെയല്ല, ഇവനൊരു ചിക്കൻ കാലം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നേരെ പുല്ലിൽ പോയി കിടക്കും. ഇവിടെ കിടന്നിട്ടാണ് അവൻ ചിക്കൻ കാല് കഴിക്കുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും, എക്സ്ട്രാ അവന് കൂടുതൽ കാല് കൊടുക്കും. അതായത് ചോറും ഉണ്ണയില്ല, ഭയങ്കര പണി നമ്മുടെ ടൈസും കൂട്ടിനിട്ടാ ചോറിനാനായിട്ട്. പിന്നെ അവന് കഴിക്കാൻ ഇഷ്ടം ബിസ്ക്കറ്റ്, അതായത് അവർ കഴിക്കുന്ന ബിസ്ക്കറ്റുകൾ ഉണ്ടല്ലോ, അതാ പിന്നെ കഴിക്കും. അപ്പം നമ്മളിതാ പൊതിച്ചോറ് കഴിക്കാൻ ഇരിക്കാട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ പൊതിച്ചോറ് കൊണ്ടുപോയവരും ഈ സമയത്ത് കഴിക്കണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടാ. അപ്പോൾ എനിക്ക് പറയാനുള്ളതേ, നമ്മൾ പൊതിച്ചോറിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുമ്പോൾ അപൂർവമായിട്ട് വരുന്ന കമൻറ്റ് എന്ന് പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്, എന്താ പറയുക, വലം കൈ കൊടുക്കണത് ഇടം കൈ അറിയരുതെന്ന് പറയുക, സ്മിത എന്തിനാ കാണിക്കണേന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ നമ്മളെന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ തുടങ്ങിയ പിന്നെ നമ്മൾ അത് ഇടയ്ക്ക് കാണിക്കണമെന്നുള്ളൂ. പക്ഷെ ആ കാണിക്കുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. കുറേ പേര് നമ്മളോട് പറയണു, ഇപ്പം സ്മിത ചെയ്യണ പോലെ ഞങ്ങളും പൊതിച്ചോറ് കൂടുതൽ കറികളായിട്ടും കൂടെ തന്നെ നമ്മൾ 100 രൂപ വയ്ക്കുമല്ലോ, അതേപോലെ ഞങ്ങളും പൈസ വെച്ച് തുടങ്ങി. അങ്ങനെ നല്ല നല്ല കമൻറ്റുകൾ അങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. കുറേ പേര് ചെയ്തു തുടങ്ങി. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ പൊതിച്ചോറ് നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ല പൊതിച്ചോറ്, എന്തിനാണ് ഇത്രയധികം കറികൾ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സാധാരണ വീട്ടിൽ നമ്മളൊരു പൊതിച്ചോറ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതേപോലെ എണ്ണം കൂട്ടി കുറച്ച് കറികളൊക്കെ വെച്ച് ഒറ്റയ്ക്കല്ല പൊതിച്ചോറ് നമ്മൾ കഴിക്കുക. അതൊരു കാര്യം. പിന്നെ ഏറ്റവും ഫസ്റ്റ് കാര്യം എനിക്ക് പൊതിച്ചോറ് നന്നായി കൊടുക്കാൻ തോന്നിയത് എങ്ങനെയാണെങ്കിൽ, എൻ്റെ അച്ഛൻ മെഡിക്കൽ കോളേജിൽ കിടന്നുണ്ട്. അപ്പോൾ ഒരു 20 ദിവസം ഞാനും മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളവിടെ അറിയണുണ്ട് ഈ പൊതിച്ചോറ് മാത്രം ആശ്രയിച്ചിട്ട്. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിരുന്നു. പക്ഷേ അപ്പം നമ്മുടെ നിന്നൊക്കെ പാസ് മേടിച്ച് അവർ പോവും. എന്നിട്ട് ചോറ് കൊണ്ടിട്ടേ അവർ കഴിച്ചതിൻ്റെ ബാക്കിയിൽ ഒരു പാത്രത്തിൽ അവർ ഇട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ട് രാത്രിയിൽ അത് വാരി കഴിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് പൊതിച്ചോറ്, അത്രയും നാളെ ഞാൻ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയണ പോലെ എല്ലാവരും പൊതിച്ചോറ് കളയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് കളയുക, അങ്ങനെയൊക്കെ ഒരു കേട്ട് പരിചയമുള്ളായിരുന്ന എനിക്ക് പോലും അവിടെ നിന്നപ്പോഴാണ് മനസ്സിലായ കളയണമൊന്നുമില്ല. കളയണവരുണ്ടാവുമായിരിക്കുക, പക്ഷെ നമ്മളവിടെ നിന്നപ്പോൾ കണ്ടത് അത്രയും പേര് അതിങ്ങനെ കഴിക്കുന്ന കാണാണ്. ശരിക്കും പൊതിച്ചോറിന്റെ വില അറിഞ്ഞത് ശരിക്കും അപ്പോഴാണ് കൂടുതൽ. പിന്നെ നമ്മൾ പറയും നോൺ വെജ്, അതുപോലെ അവിടെ സഹകരണമാണ്. ഇപ്പോൾ നോൺ വെജ് കഴിക്കാത്ത ഒരാളുടെ കയ്യിൽ നോൺ വെജിലൊരു ഫുഡ് വരുമ്പോൾ അവരവിടെ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും വെജുള്ള ഫുഡ് ഉണ്ടോ. അപ്പം ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിലല്ലല്ലോ, എല്ലാം ഹാളിൽ ഇങ്ങനെ കിടക്കുന്ന എല്ലാവരും ഭയങ്കര ഒരു 10-20 ദിവസമൊക്കെ ഞാനെന്നെ അവിടെ നിന്നപ്പോൾ നമ്മളവിടെ ഒരു കുടുംബം പോലെ അത്രയും സ്നേഹമെടുപ്പാണ് അവിടെ നിൽക്കുന്നവർക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോൺ വെജ് വെച്ചാലും കുഴപ്പമില്ല, അത് കഴിക്കുന്നവർക്ക് കൊടുത്ത് കഴിക്കാത്തവരെ പൊതി മാറ്റി മേടിക്കൂട്ടെ അവർ. പിന്നെ എന്താ, നമുക്കൊരു സന്തോഷം ആ ഒരു പൊതിച്ചോറ് കഴിക്കുമ്പോൾ. ഇപ്പം ഞങ്ങൾക്ക് അല്ലെങ്കിൽ പൊതിച്ചോറ് കഴിക്കുമ്പോഴല്ലേ ഒരു പ്രത്യേക ഒരു സന്തോഷം ശരിക്കും വരും. പൊതിച്ചോറ് തുറക്കുമ്പോൾ അവർക്കൊരു തൃപ്തി വരണം. നല്ലൊരു മണം വരും. എനിക്ക് തോന്നുന്നു ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ് കിടക്കുന്നവർ പോലും എന്നാ വായോ 2 ഉരുള കഴിക്കാം ഒക്കെ തോന്നിയിട്ട് എടുത്ത് കഴിക്കും അവർ.
പിന്നെ അറിയാലോ എല്ലാവരും ഭക്ഷണം കഴിക്കാത്തവരല്ല. നല്ല ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടും അവിടെ കിടക്കണ എത്ര പേരുണ്ടെന്ന് അറിയും ഫുഡ് കിട്ടാണ്ട്. അപ്പോൾ നല്ലതാണ്. എനിക്ക് അവിടെ നിന്നോടും കൊണ്ട് എനിക്ക് അതാണ് പറയാനുള്ളത്. പൊതിച്ചോറ് നമ്മൾ കൊടുക്കണത് എപ്പോഴും നല്ലതാണ്. അത് എത്രയോ മാക്സിമം നന്നായി കൊടുക്കാൻ പറ്റണോ അങ്ങനെ കൊടുക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം കേട്ടാ. കഴിക്കാൻ കഴിക്കാം. എന്താണെങ്കിലേ പൊതിച്ചോറ് മുന്നിൽ വന്നാലേ ക്ഷമ തീരെ കുറവാ. ഞങ്ങള് ശരിക്കും അവര് കഴിക്കുന്ന ആ സമയം വെച്ചിട്ട് ഞങ്ങളും കഴിക്കും ഇവിടെ. അന്നത്തെ ദിവസം എല്ലാവരും ആ ഫുഡ് ഭക്ഷണം തന്നെ. ഞങ്ങക്ക് മീനില്ല കേട്ടാ, ഞാൻ പറഞ്ഞല്ലോ മീൻ കഴിഞ്ഞു ആ സമയത്ത്. അത് തുറക്കുമ്പോൾ തന്നെ ഒരു മണം വരും. അതായത് നമ്മുടെ ചമ്മന്തിയും ആ കടുമാങ്ങാച്ചാറും കാളനും ഒക്കെ കൂടി ആകുമ്പോഴേ ഒരു സദ്യ ഫീലാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അന്ന് വേറൊരു നല്ലൊരു മണോ അല്ലേ ചേട്ടാ. ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തന്നെയത്. എല്ലാവരും കഴിച്ചിട്ടുള്ളവരാവും എന്നാലും അതല്ല പൊതിച്ചോറ് കഴിച്ചവർക്ക് അറിയാം, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത്രയും കണ്ടോ നമ്മുടെ മുളകും ഇതൊക്കെ ഇതിൽ പൊതിഞ്ഞു കൊടുത്തപ്പോ കണ്ടോ അതേമാതിരി സൗണ്ട് കണ്ടാ കണ്ടോ അതേപോലെ ഒരു തണുപ്പൊന്നും വന്നിട്ടില്ല കേട്ടാ. സാമ്പാറിന് ഒന്നും പറ്റില്ല, അതേമാതിരി തന്നെ ഇരിക്കണ്ടേ. കറികളെയൊന്നും പറ്റി പറയാല്ലേ, അത് എന്തായാലും അവര് കിട്ടുന്ന ആൾക്കാർ എന്തായാലും അത് അവര് വിലയിരുത്തിയോളൂ. അങ്ങനെയാ. അപ്പൊ നിർത്തല്ലേ. അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഇത്രയുള്ള. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണട്ടെ.